ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രമായി പ്രണീഷ് വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സത്യത്തിൽ ട്രെയിലർ കണ്ട് ഞെട്ടി എന്ന് വേണം പറയാൻ. ഇതുവരെയും ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു സിനിമയായിരുന്നു ഇത്. എന്തായാലും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സിനിമ എടുക്കാനാണ് മൂവി ടീം ശ്രമിച്ചിരിക്കുന്നത്. അതും കോമഡി ജോണറിൽ തന്നെ. പിന്നെ ഷറഫുദ്ദീനെ കൂടാതെ അനുപമ പരമേശ്വരൻ, വിനായകൻ, രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, ജോമൻ തുടങ്ങി വലിയൊരു താരനിരയും ചിത്രത്തിൽ പങ്കുചേരുന്നുണ്ട്. ട്രെയിലർ പോലെ തന്നെ സിനിമയും മികച്ചതാവട്ടെ. ഈ വരുന്ന ഒക്ടോബർ 16 പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററുകളിലേക്ക് എത്തും. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ഡൂഡ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് രാവിലെ 11:07 പുറത്തു വന്നിരുന്നു. പ്രദീപിന്റെ തന്നെ മുൻ സിനിമകളായ ലവ് ടുഡേ, ഡ്രാഗൺ പോലുള്ള സിനിമകളിലേതുപോലെ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി സമ്മാനിക്കുന്ന ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാവും ഈ ഡൂഡ് മൂവി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ട്രെയിലർ ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രദീപിന്റെയും മമിതയുടെയും കിടിലം പെർഫോമൻസും കീർത്തീശ്വരന്റെ മികച്ച സംവിധാനവും സായി അഭ്യങ്കറിന്റെ മ്യൂസിക്കും ഒത്തുചേർന്ന് ട്രെയിലർ മികച്ചതാക്കി എന്ന് തന്നെ പറയണം. ഈ വരുന്ന ഒക്ടോബർ 17 ദീപാവലി റിലീസായി ഡ്യൂഡ് തിയേറ്ററുകളിലേക്ക് എത്തും. ഈ ഡ്യൂഡിനൊപ്പം തന്നെ ദീപാവലി ദിനത്തിൽ റിലീസ് തീരുമാനിച്ചിരുന്ന മറ്റൊരു പ്രദീപ് രംഗനാഥൻ സിനിമയായിരുന്നു LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി. എന്നാൽ ഇപ്പോൾ ദീപാവലിക്ക് LIK റിലീസിന് എത്തുന്നില്ല. പകരം വരുന്ന ഡിസംബർ 18 LIK ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. പ്രദീപ് രംഗനാഥനൊപ്പം SJ സൂര്യ, കൃതി ഷെട്ടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന LIK സംവിധാനം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ശിവനും ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധുമാണ്. ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് ഋഷഭ. ഈ വരുന്ന ദീപാവലി ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരുന്ന ഋഷഭയുടെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ ലാലേട്ടൻ എത്തുന്ന ഋഷഭ വരുന്ന നവംബർ 6 തെലുങ്ക്, മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിൽ റിലീസിനെത്തും. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് ഋഷഭ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത്. കാർത്തി, കൃതി ഷെട്ടി, സത്യരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് വാ വാത്തിയാർ. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 5 വാ വാത്തിയാർ തിയേറ്ററുകളിലേക്ക് എത്തും. ദുൽഖർ സൽമാൻ, റാണ ദഗുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഒരു പീരിയോഡിക് ഡ്രാമ മൂവിയാണ് കാന്ത. പല ആവർത്തി റിലീസ് തീയതി മാറ്റിവെച്ച കാന്തയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന നവംബർ 7 അല്ലെങ്കിൽ നവംബർ 14 തിയേറ്ററുകളിലേക്ക് എത്തും. മാർക്കോ എന്ന സിനിമ വന്നതു മുതൽ ഉണ്ണി മുകുന്ദന്റേതായി പറയപ്പെടുന്ന വലിയൊരു പ്രോജക്റ്റ് ആണ് ജോഷി ഉണ്ണി മുകുന്ദൻ ചിത്രം. നിലവിൽ ഇതുവരെ വെറും റൂമർ മാത്രമായി കേട്ടിരുന്ന ഈ ചിത്രത്തെ പറ്റി വളരെ വ്യക്തമായ ചില വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ജോഷിയുടെ കരിയറിലെ 82ാമത് സിനിമയായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനും കല്യാണി പ്രിയദർശനുമാണ് പ്രധാന വേഷങ്ങളിലെത്തുക. മാത്രമല്ല ഫുൾ ഫ്ലെഡ്ജ് ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ 50 കോടി രൂപയോളം മുതൽ മുടക്കിലാവും ഈ ഒരു സിനിമ ഒരുങ്ങുക. പീറ്റർ ഹെയ്നും കലൈ കിങ്സ്റ്റണും സ്റ്റൺസ് ഒരുക്കുന്ന സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കുന്നത് രവി ബസ്രൂർ ആണ്. ക്യാമറ ഷാജി പാടൂർ, നിർമ്മാണം ഉണ്ണി മുകുന്ദനും. നിലവിൽ ജോജു ജോർജിനെ നായകനാക്കി ജോഷി ഇപ്പോൾ സംവിധാനം ചെയ്തു വരുന്ന വരവ് എന്ന സിനിമയുടെ വർക്കുകൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഉണ്ണി മുകുന്ദൻ ജോഷി ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിക്കും. മലയാള സിനിമയിൽ ബീഫ് നിരോധനവുമായി സെൻസർ ബോർഡ്. യുവതാരം ഷെയ്ൻ നിഗത്തിന്റെ ഈ വെള്ളിയാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യാനിരുന്ന ഹാൽ എന്ന ചിത്രത്തിനാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുന്നത്. അതിനായി വിചിത്രമായ കാരണങ്ങളാണ് സെൻസർ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും. എന്തായാലും ഇതിനെതിരെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ വെട്ടിമാറ്റണം. ബീഫ് ബിരിയാണി കഴിക്കുന്ന സീൻ ഉൾപ്പെടുത്താൻ പാടില്ല. ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് എന്ന് തുടങ്ങുന്ന വാക്കുകൾ ഉൾപ്പെടെ 15ഓളം കട്ടുകൾ നടത്തിയാൽ മാത്രമേ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നിർമ്മാതാക്കൾ എന്തായാലും കോടതിയിൽ എത്തിയതിനാൽ ഇനി കോടതി ഉത്തരവ് വരാതെ ഹാൽ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തില്ല. തെലുങ്കിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തിയ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം ഇന്ന് വരെ ആകെ 8 ദിവസങ്ങൾ കൊണ്ട് 33 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 480 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. നാളത്തെ കളക്ഷനോടുകൂടി 500 കോടി ക്ലബിലേക്ക് കാന്താര ചാപ്റ്റർ 1 എത്തുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തി കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് വിജയവും ലോകമെമ്പാട് നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്നിപ്പോൾ റിലീസിനെത്തിയിട്ട് 43 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 43 ദിവസത്തെ ചിത്രത്തിന്റെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 43 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 120 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 299 കോടി ലോക ചാപ്റ്റർ 1 സ്വന്തമാക്കി കഴിഞ്ഞു. ദളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്ത് വിജയുടെ അവസാന ചിത്രം എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയാണ് ജനനായകൻ. വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, മമിത ബൈജു, നരേൻ, പ്രിയാമണി, ബോബി ഡിയോൾ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജനനായകന്റെ റിലീസ് മാറ്റിവെക്കുന്നു എന്ന തരത്തിൽ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് വെറും റൂമർ മാത്രമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ജനനായകന്റെ പ്രൊമോഷൻ പരിപാടികൾ ഒന്നും തന്നെ ആരംഭിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും 2026 ജനുവരി 9 എന്ന തീയതിയിൽ നിന്നും ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. ഹൃത്തിക് റോഷൻ, ജൂനിയർ NTR എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി
കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സ്പൈ ത്രില്ലർ ആക്ഷൻ സിനിമയാണ് വാർ 2. തിയേറ്ററുകളിൽ പരാജയമായി മാറിയ വാർ 2 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. നിലവിൽ പാല, വാഗമൺ എന്നിവിടങ്ങളിലായി ചിത്രീകരണം നടന്നുവരുന്ന ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് വർക്കുകൾ കൃത്യമായി 100 ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ചയോടുകൂടി കേരളത്തിലെ എൻ്റെ ഷൂട്ട് പൂർത്തിയാക്കിയാൽ പിന്നെ ഇന്ത്യക്ക് പുറത്ത് മലേഷ്യയിൽ വെച്ചായിരിക്കും ഒറ്റക്കൊമ്പന്റെ തുടർന്നുള്ള ചിത്രീകരണം നടക്കുക. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത്, ബിജു മേനോൻ, ദിവ്യ പിള്ള, അനുരാഗ് കശ്യപ്, കബീർ ദുഹാൻ സിംഗ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് 35 കോടി രൂപയോളമാണ്. മാത്രമല്ല ആക്ഷൻ രംഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒറ്റക്കൊമ്പന് സ്റ്റണ്ട്സ് ഒരുക്കുന്നത് സ്റ്റണ്ട് സിൽവ, കലൈ കിങ്സ്റ്റൺ, റാം ലക്ഷ്മൺ, യന്നിക് ബെൻ തുടങ്ങിയവരുമാണ്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. പ്രഭാസ്, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 1000 കോടി രൂപ ബഡ്ജറ്റിൽ SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് SSMB29. നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന SSMB29ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് SSMB29ന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു റൂമറാണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ വാരണാസി എന്നായിരിക്കുമെന്നാണ് റൂമറുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന നവംബർ മാസം 16-ാം തീയതി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ടൊരു ടീസർ മൂവി ടീം തന്നെ ഒഫീഷ്യലായി പുറത്തുവിടും. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങി മലയാളത്തിൽ നിന്നും വലിയൊരു താരനിര ഒന്നിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി കോമഡി സിനിമയാണല്ലോ ആട് 3. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ആട് 3യുടെ പാലക്കാട് പറളിയിൽ വെച്ച് നടന്നിരുന്ന ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലായി പ്രസന്റ് സിറ്റുവേഷനിലെ 45 ദിവസത്തെ ചിത്രീകരണമാണ് ബാക്കിയുള്ളത്. എന്നാൽ നീണ്ട ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വേണ്ടി വരുന്ന ചിത്രമായതിനാൽ 2026 മാർച്ച് മാസം 19-ാം തീയതി ആട് 3 റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. അതുമാത്രവുമല്ല ആട് 3 തിയേറ്ററുകളിൽ വിജയമായി മാറുകയാണെങ്കിൽ ആട് ചിത്രത്തിന് 4ാം ഭാഗവും ഉണ്ടാവുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ആട് 3ക്ക് മ്യൂസിക് ഒരുക്കുന്നത് ഷാൻ റഹ്മാനും ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അഖിൽ ജോർജും എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ലിജോ പോളും ചേർന്നാണ്. ലാലേട്ടനും മമ്മൂക്കയും ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സിനിമയാണല്ലോ പാട്രിയറ്റ്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന പാട്രിയറ്റിൽ തമിഴിൽ നിന്നും ഒരു സൂപ്പർ താരവും കൂടി പാട്രിയറ്റിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാമിയോ റോൾ ആയതുകൊണ്ട് തന്നെ ആ തമിഴ് സൂപ്പർ താരം ആരാണെന്നുള്ള വിവരം പുറത്തുവിടാതെ തന്നെ ഹൈഡ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ആൻഡോ ജോസ് ഫിലിം കമ്പനിക്ക് വേണ്ടി ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന പാട്രിയറ്റ് സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. മ്യൂസിക് സുഷീൻ ശ്യാമും. ഇതിനൊപ്പം തന്നെ മറ്റൊരു സർപ്രൈസ് അപ്ഡേറ്റ് എന്തെന്നാൽ പാട്രിയറ്റിന് പിന്നാലെ മമ്മൂക്കയും ലാലേട്ടനും വീണ്ടും മറ്റൊരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു. നിലവിൽ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു കോമഡി ആക്ഷൻ കൊമേഴ്സ്യൽ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രാജമാണിക്യം, ചോട്ടാ മുംബൈ പോലുള്ള സിനിമകളുടെ സംവിധായകനായ അൻവർ റഷീദുമാണ്. കാത്തിരിക്കാം ഈ ഒരു വലിയ പ്രോജക്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി.